നമസ്കാരം. പെൻഡാൻ ഡെയിലി പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. രണ്ട് ഇൻഡെക്സുകളും ഏതാണ്ട് 0.5% പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. 25,90 സെൻസെക്സ് 442 പോയിന്റ് പ്ലസ് ആയിട്ടുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പും മിഡ് ക്യാപ്പ് 0.5%, സ്മോൾ ക്യാപ്പ് ഫ്ലാറ്റ് ആയിട്ടും ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 1% മുകളിൽ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ICICI ബാങ്കിന്റെ HDFC ബാങ്കുമാണ് ബാങ്ക് നിഫ്റ്റി ഇത്തരത്തിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സഹായിച്ചത്. ഏതാണ്ട് 3%ഓളം കയറിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം റിസൾട്ട് ഉണ്ടായിരുന്ന റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ച്. അതുകൂടാതെ തന്നെ ഓട്ടോ, ക്യാപിറ്റൽ ഗുഡ്സ്, പ്രൈവറ്റ് ബാങ്ക്, പവർ, റിയാലിറ്റി എന്നീ സെക്ടറുകൾ പോസിറ്റീവിലും IT, PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, FMCG എന്നിവ നെഗറ്റീവിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്ത്യ US ചർച്ച 5ാം ഘട്ട ചർച്ചയും പ്രത്യേകിച്ച് ഒരു ഒത്തുതീർപ്പാകാതെ ആണ് എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടു. അപ്പോൾ വീണ്ടും ഇന്ത്യ പല US കണ്ടീഷനും വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഏതാണ്ട് 15% ടാക്സ് ഏർപ്പെടുന്നതായിട്ട് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ശരിക്കും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ താരിഫിലുള്ള ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിന്റെ പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ട്. ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ മാർക്കറ്റ്. പല വേൾഡ് മാർക്കറ്റും പ്ലസ് ആയെങ്കിലും പോലും ഇന്ത്യൻ മാർക്കറ്റ് വളരെ നെഗറ്റീവിലാണ് കഴിഞ്ഞ ആഴ്ചയും ക്ലോസ് ചെയ്തത്. അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ വാഹന കയറ്റുമതിയിലാണ് 22% വർധനവ് ഉണ്ടെന്നാണ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇന്ത്യയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ടുള്ള വ്യാപാര കരാറ് ഈ ഒക്ടോബർ മാസം മുതൽ നിലവിൽ വരും. അതുകൂടാതെ തന്നെ മോഡിയുടെ UK വിസിറ്റിൽ UK-യുമായിട്ടുള്ള ഫ്രീ ട്രേഡ് ഡീലും സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് ഗുഡ്സിന്റെ എക്സ്പോർട്ട് ഏതാണ്ട് 47%-ത്തിനടുത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ റീറ്റെയിൽ ലോൺ ഗ്രോത്ത് താഴെ വരുന്നതായിട്ടാണ് ഡേറ്റ കാണിക്കുന്നത്. ഇന്നിനി ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഡേറ്റ 5 മണിക്ക് ശേഷം പുറത്തു വരും. അതുപോലെ നാളെ പവലിന്റെ ഒരു സ്പീച്ച് ഉണ്ട്, അതായത് ഫെഡ് ചെയർമാൻ പവലിന്റെ ഒരു സ്പീച്ച് ഉണ്ട്. അതുപോലെ താരിഫിന്റെ ഉള്ള ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്ന ഓഗസ്റ്റ് 1 അതേ സംബന്ധിച്ച് എന്തെങ്കിലും അനൗൺസ്മെന്റ് വന്നാൽ അത് നാളെ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് വന്ന മറ്റൊരു ഡേറ്റ ചൈനയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. അത് അൺചേഞ്ച് ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ US ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. യൂറോപ്പ് മാർക്കറ്റുകളൊക്കെ നെഗറ്റീവിലാണ്. ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. താരിഫ് റിലേറ്റഡ് വാർത്തകളാണ് മാർക്കറ്റിനെ ഇനി സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.